ഇനി രണ്ടാമത് പറയട്ടെ സുഹൃത്തുക്കളെ, ഹദീസ് സഹിഹായ തന്നെ സനദിൽ ആരെങ്കിലും ഉണ്ടാ സ്വീകരിക്കാൻ പറ്റൂല. പുതിയ കണ്ടുപിടിക്കല്ലേ. എടുക്കുമോനെ നബി ഇമാമിന്റെ അദ്കാർ ശരിക്ക് കേട്ടോ. ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈരിഹിം, ആലിമീങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആര്? ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മറ്റ് പണ്ഡിതന്മാർ. യജൂസു വയുസ്തഹബ്ബുൽ അമലു ഫിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബി, ഒരു കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന് പ്രേരണ നൽകുന്ന, റസൂലുള്ളാഹിന്റെ ശഹർ മുബാറക്കിനെ ബഹുമാനിക്കാൻ പ്രേരണ നൽകുന്ന, വത്തർഹീബി, അതിനെതിരെ നിങ്ങൾ പറഞ്ഞു പോകല്ലേ എന്നതിന് പ്രേരണ നൽകുന്ന അതുപോലെയുള്ള സംഗതികളിൽ, അതുപോലെ തന്നെ ഫിൽ ഫളാഇലി, അതാ ബറാഅത്ത് രാവിന് ബഹുമാനമുണ്ടെന്ന് പറയുന്ന അത്തരത്തിലുള്ള ബഹുമാനം പറയുന്ന വിഷയങ്ങളിൽ യജൂസു അനുവദനീയമാണ്, വയുസ്തഹബ്ബു സുന്നത്തുമാണ്, അൽ അമലു ഫിൽ ഫളാഇലി, ഇത്തരം ബഹുമാനങ്ങളുടെ വിഷയത്തിലും നല്ല കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിലും തെറ്റിലേക്ക് പോകുന്നതിനെ നിന്ന് തടയുന്ന വിഷയത്തിലും ബിൽ ഹദീസി ളഈഫി, ളഈഫായ ഹദീസ് കൊണ്ട് അമലി ചെയ്യൽ സുന്നത്താണ്. മാലം യകുൻ മൗദൂഅൻ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നവനാണെന്ന് ഉറപ്പുള്ളവൻ അതിന്റെ സനദിലില്ലാത്ത കാലത്തോളം. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്കാറിൽ പറയുന്നു, കോട്ടക്കലിലും നിങ്ങളെ മുഴുവൻ സ്റ്റേജിലും നിങ്ങൾ പറഞ്ഞ വാദം അത് മുജാഹിദ് വാദമാണ്. എന്താ മുജാഹിദ് വാദം? ലൈഫായ ഒരൊറ്റ ഹദീസ് കൊണ്ടും പ്രവർത്തിച്ചൂടാ. അങ്ങനെയാണ് അവർ. അതാ സുഹൃത്തുക്കളെ, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിലും അതാ ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. അതിനെന്താ അവർ പറഞ്ഞ കാരണം? ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് മിസ്കാത്തിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അത് ലൈഫാണ്, അതുകൊണ്ട് ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. നിങ്ങൾ അതിനെ ഒന്നും കൂടി ഓവർടേക്ക് ചെയ്ത് സഹീഹും കൊണ്ടും പ്രവർത്തിച്ചൂടാന്നാ ഇപ്പൊ പറഞ്ഞത്. കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാൾ അധികം അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് റവാഹു തിർമിദി ഇബ്നു മാജ വസഅറദീൻ മിമ്മൻ ഇസ്തഹഖന്നാർ, നരകത്തിന് കാരണക്കാരാകുന്ന ആളുകൾ അല്ലാഹു മോചിപ്പിക്കുമെന്നാ പറഞ്ഞ ഹദീസിൽ റസീന്റെ റിവായത്തിൽ. വഖാല തിർമിദി, ഇമാം തിർമിദി പറഞ്ഞു, സമീഅതു മുഹമ്മദൻ യഅനിൽ ബുഖാരിയ, ബുഖാരി മാ പറയുന്നത് കേട്ടിരിക്കുന്നു. യുളൈഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ലൈഫാണെന്ന് പറയുന്നത് കേട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ പിന്നെ ഹദീസിലേക്ക് നോക്കേണ്ടത് തന്നെ ഇല്ല. ബറാഅത്തിന് ബഹുമാനമുണ്ട്. അപ്പോൾ ഈ ഹദീസ് ദഈഫായ പരമ്പരയായതിനാൽ മൗലവിമാര് പറഞ്ഞു ബറാഅത്തിന് ബഹുമാനില്ല. എന്നാൽ ദഈഫായ ഹദീസ് കൊണ്ട് പ്രവർത്തിക്കണോ പ്രവർത്തിക്കണ്ടേ? അതാ അതിന്റെ ശറഹിൽ മുല്ല അലിൽഖാരി പറയാണ്. എന്താ പറഞ്ഞത്? ലാകിൻ യുഅ്മലു ബിൽ ഹദീസി അൽളഈഫി, ദഈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യപ്പെടണം കർമ്മങ്ങളുടെ ബഹുമാനത്തിന്റെ വിഷയത്തിൽ ബിത്തിഫാഖിൽ ഉലമാ, ഒരു പണ്ഡിതനും അതിന് തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് സമസ്തയുടെ പേരും പറഞ്ഞ് മുജാഹിദ് ആശയത്തിനേക്കാൾ ഓവർടേക്ക് ചെയ്ത് പിഴച്ച ആശയം പറയുന്നത് നിർത്തിയേ പറ്റൂ. നിങ്ങൾ ഈ ആശയം നിർത്തിയേ പറ്റൂ. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ മതി. മങ്കൂസ് മൗലിദ് തള്ളിയതെന്താ? ഖാല അലി ഇബ്നു സൈദ് റഹിമഹുല്ലാഹ്, കാന ഇലാ ജാനിബി റജുലുൻ ദിമ്മിയുൻ വകുന്തു ഫീ ശഹ്രി റബീഉൽ അവ്വൽ യഅദുൽ ഫുഖഹാ വഅമലു മൗലിദൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുജാഹിദ് നിങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹീഹായ സനദില്ല എന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹീഹായ സനദില്ലേ, തള്ളണം. മങ്കൂസ് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ മുഹീദ്ദീൻ മാല തള്ളാനാ. എന്റെ വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവൻ
സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. ഓ, സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻമാലയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ? അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ? മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളും സമസ്തയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളെ രജിസ്ട്രാർ പറഞ്ഞിരിക്കും നിങ്ങൾ സമസ്തയാന്നല്ലേ. രജിസ്ട്രാറല്ല പറയേണ്ടത്, പണ്ഡിതന്മാരാ പറയേണ്ടത്. നിങ്ങൾക്ക് സമസ്തയുമായി ബന്ധമില്ല. ഇനിയോ ഇവരെ പരിപാടി എന്താ? എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കലെന്നെ. സുബ്ഹാനല്ലാഹ്. ചെർക്കളം അബ്ദുള്ള സാഹിബ് മുസ്ലിം ലീഗിന്റെ വലിയ നേതാവാ. അയാൾ നമ്മൾ സ്റ്റേജ് മേൽ വന്നാൽ ഉടനെ ഇവർ പ്രഖ്യാപിച്ച് അയാൾ ഇങ്ങനെ കാത്തു, നീളെ കാഫറാക്കാൻ എന്താ പണി? ഒരു ദിവസം അതാ 10 പേരും ചെർക്കളം കാഫറാണ്, ചെർക്കളത്തുള്ള കാഫറാണ് ഫത്വ. വായിക്കട്ടെ. മന്ത്രി ചെർക്കളം മതഭ്രഷ്ടൻ സുന്നി യുവജന സംഘം. അത് മറ്റതാ. നമ്മള് സമസ്ത കേരള സുന്നി യുവജന സംഘ, നിങ്ങള് സുന്നി യുവജന സംഘ. കാരണം സമസ്ത എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതാ കാരണോ? ധൈര്യമുണ്ടോ സമസ്ത കേരള സുന്നി യുവജന സംഘം തന്നെ നോട്ടീസ് വെക്കാൻ? ഞാൻ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാ പറയട്ടെ. മലപ്പുറം നെറ്റിയിൽ തിലകം ചാർത്തി അന്യമതാചാരപ്രകാരം മന്ത്രി ചെർക്കളം അബ്ദുള്ള ശൃംഗേരി മഠത്തിൽ സന്ദർശനം നടത്തിയത് മതഭ്രഷ്ട് വരുത്തുന്ന ഗുരുതരമായ ചെയ്തിയാണെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഗുരുതരമായ മതവിരുദ്ധ കൃത്യം നടത്തിയ മന്ത്രി ഇസ്ലാമിക നിയമമനുസരിച്ചുള്ള പ്രതിവിധി അടിയന്തരമായി തേടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. SM ജിഫിരി തങ്ങൾ, കെ മുഹമ്മദ് ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ജലീൽ ഫൈസി പുല്ലങ്കോട്, മുഹമ്മദ് തേറളായി, പിടങ്ങോട് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ചെർക്കളത്തിനെ നിങ്ങൾ കാഫറാക്കി. അതിനെ ചോദ്യം ചെയ്തൊരു തങ്ങള്, അതാരാന്നറിയോ? അത് അസ്ഹരി തങ്ങളാണ്. നിങ്ങളെ സമസ്തന്റെ പ്രസിഡന്റാണെന്ന് അയാള് അതാ ചോദ്യം ചെയ്തു. അതിന് നിങ്ങൾ അയാൾ എന്താ ചെയ്തത്? സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. അയാളിപ്പോ നിങ്ങളെ പ്രസിഡന്റ് അല്ല. ഇവിടുന്ന് ഒരാൾ പറയാണ്, വരക്കല മഖാമ് അസ്ഹരി തങ്ങളെ പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് തങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട് എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ വഫാത്തായപ്പോ നിങ്ങളെ പുറത്താക്കിയില്ലേ സമസ്തയിൽ നിന്ന്? ഇത് നിങ്ങൾ ശംസുൽ ഉലമയോട് ചെയ്ത കടുത്ത ധിക്കാരമല്ലേ? മറുപടി പറയൂ. നിങ്ങളെടുത്ത് ശംസുൽ ഉലമ ഉണ്ടോ? ശംസുൽ ഉലമയുടെ ആത്മാവ് എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും, കണ്ണിയത്ത് സന്തോഷിക്കുന്നുണ്ടാകും. കാരണം അവർക്കറിയാം ഈ കക്ഷികൾ അല്ലാന്റെ ദീനിനെതിരെ നീങ്ങിയ ഓരോ നീക്കങ്ങൾ. ഇനി ഞാൻ പറയട്ടെ, എന്നാ ഈ ചെറുക്കളത്തിനെ വിളിച്ച് ഇവരൊന്ന് ചോദിച്ചു കാഫറാക്കുന്നതിന് മുമ്പ് എന്താ ഉണ്ടായത്? അയാൾ പറയുന്നത് കേട്ടോളി. മാധ്യമം ഇപ്പൊ ഞാൻ വായിച്ചത് ജനുവരി 2 വ്യാഴം 5 മാധ്യമം 2003. ഇനി 2003 ജനുവരി 3. കേട്ടോളേ. പൊട്ടുതൊട്ടത് ഞാനല്ല ചെർക്കളം, മലപ്പുറം. പൊട്ടുതൊട്ടത് താനല്ല, അതിനാൽ പ്രശ്നത്തിൽ പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി ചെർക്കളം അബ്ദുള്ള. അയാൾ പറഞ്ഞു ഞാൻ തൊട്ടിക്കുന്നില്ല, ഇവർ കാഫറാക്കൽ കഴിഞ്ഞിരിക്കുന്നു, യോഗം ചേർന്ന് കാഫറാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം അയാൾ ഏപ്പിന്റെ പരിപാടി പോയിരിക്കുന്നു. അതാ വിഷയോ. ഇനി സുഹൃത്തുക്കളെ, ഒരു അത്തോളിക്കാരനും സാധാരണക്കാരൻ അള്ളാന്റെ റസൂലിനെ അദ്ദേഹം വളരെ ബഹുമാനിച്ചിട്ട് എഴുതി. എന്താ എഴുതിയത്? ആ മഹാത്മാവിന് സാധിച്ചെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അതേസമയത്ത് എ പി സാഹിബിനെ പറ്റി പറയുമ്പോൾ എന്ത് പറഞ്ഞു അറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെയെന്ന് പറയും. ആരോളം തുല്യമാകാൻ? എ പി അബൂബക്കർ മുസ്ലിയാരോളം ബഹുമാനിയാകാൻ എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഉള്ളൂ. ഇത് സാധാരണ പറയുന്ന ഒരു ഭാഷയാ. അങ്ങനെ പറയൂല എന്ന് എവിടെ നിന്ന് മൗലവി പറഞ്ഞു. ഞാൻ വായിക്കാം. ചന്ദ്രിക 996 ആഗസ്റ്റ് 20 ചൊവ്വ. ഈ കേക്ക് പകരം ഈ കെ മാത്രം. സാധാരണ പറയുന്നല്ലത്. ഈ കേക്ക് പകരം ഈ കെ മാത്രം. അയാൾക്ക് തുല്യനായി അയാൾ തന്നെ ഉള്ളൂ. സാധാരണ പറയുന്നല്ലേ. അപ്പൊ ആ മനുഷ്യൻ തന്നെ ആരെ പറ്റി? ആ കാന്തപ്രസ്ഥാനെ പറ്റി. അത് റസൂലുള്ളാഹിനെ കൊണ്ടാണെന്ന് വരിച്ചു തീർത്ത് റസൂലുള്ളാഹിനെ തുല്യമാക്കി നീ ഇവിടുന്ന് പ്രസംഗിച്ചതല്ലേ? കാഫറാക്കണല്ലേ ഇവർക്ക് എല്ലാരെയും. എന്താണ് സുഹൃത്തുക്കളെ, ഇതാണോ മതത്തിന്റെ പ്രവർത്തനം?
അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? പുണ്യ നബി ഉപയോഗിച്ചിരുന്ന ടവൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅത്തത് ബിമിന്ദിയിൽ, ആ പെണ്ണ് ഒരു ടവലുമായിട്ട് വന്നു. പക്ഷേ വസിഖൻ വല്ലാതെ ചേറായി ചോദിക്കുന്നു ആ യാതി ഒരു ടവല്. ഫഖാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്കുക, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔഖദത്തുഹു, ആ പെണ്ണ് ഭംഗിയായിട്ട് അടുപ്പ് കത്തിച്ചു. ഫഅമറ ബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവല് കൊണ്ട് മഹാനവറുകൾ തങ്ങൾ കൽപ്പിച്ചു, മനസ്സിലുള്ളതെന്ന് കൽപ്പിച്ചു. ഫതുരിയാഫി, അടുപ്പ് കാണിട്ടു. ഫഖറജ അബിയദ കാന്നഹു അല്ലബൻ, വളരെ ശുദ്ധ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിലാണ് പുറപ്പെട്ടു. ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവല് തീയിലിടാൻ പറഞ്ഞു, ഒരർത്ഥവുമില്ല. തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയർ ആകാൻ. എന്നതുപോലെ ഇത് നബിൻ്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ടാൽ അസുഖമില്ല നോക്കല്. അതിനൊരു അരക്കടുമില്ല. ആദരവോടെ പറയട്ടെ സൈനുദ്ദീൻ മുസ്ലിയാരെ, തരക്കേടില്ല എന്നതിന് കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളൊരു കിതാബിന്റെ ഇബാറത്ത് വായിക്കണം, ഫിഖ്ഹിന്റെ കിതാബ്. തരക്കേടില്ല, നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര തെളിവ് നിങ്ങൾ കേട്ടില്ലേ? എന്തേ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഒരു ടവല് എന്ത് ചെയ്തു? അത് ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടു. നമ്മൾ പൊന്നൊക്കെ ചിലപ്പോൾ ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടിട്ട് തങ്കാക്കലില്ലേ, അതുപോലെ തീയിലിട്ടു. അതാ എന്തിന്റെ തെളിവ്? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാനുള്ളതിന്റെ തെളിവ്. ടവല് ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടു എന്നുള്ളത് തെളിവ്. വലത്തോട്ട് തുപ്പാത്ത ആളുകളാണോ അതിന്റെ സനദിലുള്ളത്? ചോദ്യം. അബൂ നുഅയ്ം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് ഏതാ എന്നവര്? അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് അബൂ മഅ്മർ അൻ അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ബാദ് ബസരിയുൻ വാഹിൻ, ദുർബലനാണ്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, മുങ്കറുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വവഹാഹു ഇബ്നു ഹിബ്ബാനും അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖാല അബൂ ഹാത്തിം അബ്ബാദുൽ ലഈഫുൻ ജിദ്ദൻ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങേയറ്റം ദുർബലനാണ്. وقال ابن يدين عمت ما يروي في فضائل علي وهو ضعيف. അലി ഇബ്നു അബീ താലിബിന്റെ ബഹുമാനത്തിലൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയും അതാ വഹുവ ളഈഫുൻ, അയാൾ ദുർബലനാണ്. പോരാ, വാലിം ഫി തസയ്യുഇ, ശിയാക്കളെ കൂട്ടത്തിൽ കടുപ്പപ്പെട്ട ആളാണ്. അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് എന്ന് പറഞ്ഞ എന്നവര് വാലിം ഫി തസയ്യുഇ, ശിയാവാദത്തിൽ കടുപ്പപ്പെട്ട ശിയാവാദക്കാരനാണ്. ഈ ശിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്. നിങ്ങൾ വളപുരം തലാഖിന് ഫത്വ കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടണേ, അല്ലാഹനെ വിചാരിച്ച് പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോടൊരു ഹദീസില്ലേ, തീങ്ങ് വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു നബിയുണ്ടായി തങ്ങളോട്, വരുന്നത് നമ്മൾ തീന്റെ അടുത്തൊക്കെ എടുക്കുക, എന്താ തീ നമ്മളെ കൊല്ല, തീനെ കൊല്ല നമ്മൾ പോവാ. അങ്ങ് ചെന്ന് നബിയുണ്ടായി തങ്ങൾ കൈകൊണ്ട് തീ ഇങ്ങനെ തട്ടിങ്ങോട്ട് തീനങ്ങോട്ട് പറഞ്ഞേച്ചു, കൈകൊണ്ട് പൊള്ളിയില്ല. ഇങ്ങനെയുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതേ പണിയെടുത്ത് തരുവോ? നിങ്ങളെ സമസ്ത ശരിയാന്ന് തിരിയാൻ വേണ്ടി നിങ്ങൾക്ക് തീയിലൊന്ന് കൈവച്ച് തരുവോ? സീറത്തുൽ ഹബീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഹുസൂസിയാത്ത് എണ്ണുന്നിടത്ത്